അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നുപോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം തന്ന സ്വർഗീയ പിതാവിന് നന്ദി പറയാം. നമുക്കുള്ളായിരിക്കുന്ന ലോകം നമ്മളോട് ചിലത് സംസാരിക്കുന്നുണ്ട്. ലോകവുമായി ചേർന്ന് നടക്കുന്ന വ്യക്തികൾ, അവരുടെ ചിന്തകൾ ആ ലോകത്തിൻ്റെ ചിന്തകളുമായി ചേർന്നിട്ടായിരിക്കും ആയിരിക്കുന്നത്. അവർ പ്രതീക്ഷിക്കുന്നത്, ലോകം പറയുന്ന സാഹചര്യം എന്താണോ അതാണ് പ്രതീക്ഷിക്കുന്നത്. ക്ഷാമമാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും വേദനയുടെ അനുഭവമാണെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും അതായിരിക്കാം അവരുടെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇത് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ ദൈവപ്രവൃത്തിക്ക് ഇടമുണ്ടാകത്തില്ല. ദൈവപ്രവൃത്തിക്ക് ഇടമുണ്ടാകണമെങ്കിൽ ദൈവവചനവുമായി ചേർന്ന് ആയിരിക്കണം നമ്മളുടെ ചിന്തകളെന്ന് പറയുന്നത്. അതിന് ദൈവവചനത്തോടൊപ്പം ആയിരിക്കണം. ദൈവവചനം വായിക്കണം, അതിനെ ധ്യാനിക്കണം. അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ ആ വിധത്തിൽ ചിന്തിക്കുവാനായി കഴിയത്തുള്ളൂ. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് വ്യക്തമാകട്ടെ. ആ മെസ്സേജ് നിങ്ങളോട് സംസാരിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. Today what I'm going to share, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് God's plan for this season. ഈ സീസണിൽ വേണ്ടിയുള്ള ദൈവിക പദ്ധതിയെ കുറിച്ചാണ്. So in this season what you are require, I'm going to share. ഈ സീസണിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത് ഞാനത് പറയാനായി പോകുന്നു. So in between supernatural things will happen. അതിൻ്റെ ഇടയിൽ അസാധാരണമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. Today's message is a prophetic message. ഇന്ന് എൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് പ്രവചന ശബ്ദമാണ്. So while I am sharing, you can receive your prophetic word for this year or this week. ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ആഴ്ചയിലേക്കുള്ള പ്രവചന ശബ്ദം നിങ്ങൾക്ക് സ്വീകരിക്കാനായി സാധിക്കും. 100% the word is going to manifest today. 100% ദൈവിക വചനം ഇന്ന് വെളിപ്പെടാൻ പോകുകയാണ്. 100% you are going to receive a rhema word for you. 100% നിങ്ങൾ റേമ വേർഡ് ഇന്ന് പ്രാപിക്കാൻ പോകുകയാണ്. Supernatural things going to happen and begin today. Amen. സൂപ്പർനാച്ചുറൽ ആയ കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു, ആരംഭിക്കാൻ പോകുന്നു. Healings are going to manifest today. സൗഖ്യങ്ങൾ ഇന്ന് ഇവിടെ വെളിപ്പെടാൻ പോകുന്നു. Miracles are going to manifest today. അത്ഭുതങ്ങൾ ഇന്ന് വെളിപ്പെടാൻ പോകുന്നു. Get ready, get ready. അതിന് റെഡിയായിരുന്നാ Say to your neighbor, welcome to the financial glory. അടുത്ത വ്യക്തിയോട് പറഞ്ഞാട്ടെ, ഫിനാൻഷ്യൽ ഗ്ലോറിയിലേക്ക് സ്വാഗതം. So before I leaving this platform, I believe you will experience the glory, especially financial glory. ഞാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോം വിടുന്നതിന് മുമ്പ് എനിക്കൊരു ഉറപ്പുണ്ട്, ഇന്ന് നിങ്ങൾ സാമ്പത്തികമായ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനായി പോകുന്നു. I'm believing you are not going to fall into the ferment, but you are get into the glory, financial glory. Amen. ഉറപ്പുണ്ട്, നിങ്ങൾ ക്ഷാമത്തിലേക്ക് വീണു പോകത്തില്ല, നിങ്ങൾ സാമ്പത്തിക മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ. Don't expect a drought in your life, but
expect a gloriful financial life in your life. നിങ്ങളുടെ ജീവിതത്തിൽ വരൾച്ച അനുഭവിക്കത്തില്ല, പിന്നെയോ നിങ്ങൾ സാമ്പത്തിക വർധന അനുഭവിക്കാനിടയാകും. Come on, this is your season. ഇത് നിങ്ങളുടെ കാലഘട്ടമാണ്. This is your time. ഇത് നിങ്ങളുടെ സമയമാണ്. Time for finance. സമ്പത്തിന്റെ Time for സമയമാണ്. increase. വർധനവിന്റെ സമയം. Time for blessing. അനുഗ്രഹത്തിന്റെ സമയം. Say with me, time for increase. വർധനവിന്റെ സമയം. 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 Hallelujah. Say with me, time for increase. എന്നോടൊപ്പം പറഞ്ഞാട്ടെ, വർധനവിന്റെ സമയം. Time for blessing. അനുഗ്രഹത്തിന്റെ സമയം. Say with me, time for blessing. അനുഗ്രഹത്തിന്റെ സമയം. I will walk in the glory of God. ഞാൻ ദൈവത്തിന്റെ മഹത്വത്തിൽ നടക്കാനിടയാകും. I will live in the financial glory. ഞാൻ ദൈവത്തിന്റെ സാമ്പത്തിക മഹത്വത്തിൽ നടക്കാനിടയാകും. Everywhere I move, I will see the financial blessings. ഞാൻ എവിടെ നടന്നാലും സഞ്ചരിച്ചാലും ഞാൻ സാമ്പത്തിക മഹത്വം കാണാനിടയാകും. I'm going to see a financial increase everywhere I am going. ഞാൻ എവിടെ പോയാലും എനിക്ക് സാമ്പത്തികമായ ഒരു വർധനവും ഞാൻ Say കാണാനിടയാകും. financial glory. പറഞ്ഞാട്ടെ, സാമ്പത്തിക മഹത്വം. Rakata rakaba rakata rakaba. Rathana naraka salaka rakaba. Last week we thought about how to stand against your situations. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കാനിടയായത് എങ്ങനെയാണ് നമ്മുടെ സാഹചര്യത്തിന് എതിരെ നിൽക്കാമെന്നാണ്. You have to stand against your situation. നിങ്ങൾ നിങ്ങളുടെ സാഹചര്യം എതിരെ നിൽക്കേണ്ട ആവശ്യമാണ്. Most of the people, they don't want to stand against your situation. പല ആൾക്കാർക്കും അവരുടെ സാഹചര്യത്തിനെ എതിർത്ത് നിൽക്കാൻ തോന്നാറില്ല. Instead of that, they cry out അതിന് പകരമായി അവർ നിലവിളിക്കുക അത്ര ചെയ്യുന്നത്. and cry out for help. സഹായത്തിന് വേണ്ടി നിലവിളിക്കുക. But you are a child of God. പക്ഷെ നീ ഇന്ന് ദൈവ പൈതലാണ്. Godly character is with you. ദൈവത്തിന്റെ സ്വഭാവം നിന്നിലുണ്ട്. Godly nature is with you. ദൈവത്തിന്റെ സ്വഭാവം നിന്നിലുണ്ട്. Hallelujah. You can against the devil. നിനക്ക് പിശാചിനെ എതിർത്ത് നിൽക്കാൻ You സാധിക്കും. can against him. നിനക്ക് പിശാചിനെ എതിർത്ത് You നിൽക്കാം. can against him. അതിനെ എതിർത്ത് നിൽക്കാം. You can. The devil will flee from you. Amen. പിശാച് നിന്നെ വിട്ട് ഓടി പോകുവാനിടയാകും. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Bad things will leave from you. മോശമായ കാര്യങ്ങൾ നിന്നെ വിട്ടുപോകുവാനിടയാകും. Hallelujah. Poverty will leave from you. ദാരിദ്ര്യം നിന്നെ വിട്ടുപോകാനിടയാകും. Sickness will leave from you. രോഗം നിന്നെ വിട്ടുപോകാനിടയാകും. Opposite to the devil. പിശാചിനെ എതിർത്ത് നിന്നാട്ടെ. Opposite the devil. പിശാചിനെ എതിർത്ത് നിന്നാട്ടെ. Come on, opposite the devil. പിശാചിനെ എതിർത്ത് നിന്നാട്ടെ. Opposite the devil. പിശാചിനെ എതിർത്ത് നിന്നാട്ടെ. You will see the devil will flee from your life. നിങ്ങൾക്ക് കാണാനായി സാധിക്കും പിശാച് നിങ്ങളെ വിട്ട് ഓടി പോകുന്നത്. Hallelujah. ഹല്ലേലൂയ. Stand against the devil. പിശാചിനെതിരെ നിന്നാട്ടെ. The problem is we are always speak our situation. Talk our situation. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സാഹചര്യത്തെ സംസാരിക്കാനിടയാകും. So I don't know what is going to happen. നമ്മൾ പറയും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല. I don't know what is going to happen in this season. ഈ കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല. Because everywhere recession is controlling. എല്ലായിടത്തും സാമ്പത്തിക മാന്ദ്യം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. The recession is going to control my family too. എൻ്റെ കുടുംബത്തെയും സാമ്പത്തിക മാന്ദ്യം നിയന്ത്രിക്കാനായി പോകുന്നു. Even there is no cooking gas. പാചകവാതകം ഇല്ലെങ്കിൽ പോലും small business are getting closed. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ചെറിയ ബിസിനസ്സുകൾ ഇല്ലാതായി പോകുന്നു. I think my business also going to getting closed. ഞാനും ചിന്തിക്കുന്നത് എൻ്റെ ബിസിനസ്സും ഇല്ലാതായി പോകും. Within few days my job opportunity will going to close. എൻ്റെ ജോലി സാധ്യതകൾ ഇതാ നിൽക്കാനായി പോകുന്നു. Within few months we are going to see a very big drought. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഞാൻ ഇതാ വലിയ വരൾച്ച കാണാനായി പോകുന്നു. That's what we are dreaming, we are seeing, we are thinking. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്, സ്വപ്നം കാണുന്നത്, എടുക്കുകയൊക്കെ ചെയ്യുന്നത്. In my Dubai church, one of my believers said the company asked them to take a long leave. എൻ്റെ ദുബായ് ചർച്ചിലെ ഒരു വിശ്വാസി പറയാനിടയെ കമ്പനി പറഞ്ഞു ഒരു നീണ്ട അവധി എടുക്കുവാൻ വേണ്ടി. Some of the people asked me, Pastor, what to do? They are asking us to take a long leave. ചിലർ എന്നോട് ചോദിക്കുക എന്താ ചെയ്യാൻ പറ്റുക, കമ്പനി എന്നോട് ലോങ് ലീവ് എടുക്കാനായി പറഞ്ഞിരിക്കുന്നു. Because they are in the fearful situation now. അവരിപ്പോ ഒരു ഭയാനകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. When you are facing this type of situations, നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നേരിടുന്ന സമയത്ത് don't confess negatives. അത് നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റു പറയരുത്. According to Proverbs chapter 6 verse 2, സദൃശവാക്യം 6:2 പറയുന്നു, it is written, if you have been snared with the words of your lips, നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി. If you have been trapped by the speech of your mouth,
നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി. It is written, trapped by you, the speech of your mouth. നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി. Devil can trap you പിശാചിനെ നിന്നെ കുടുക്കുവാനായി because of സാധിക്കും. your words. നിന്റെ വാക്കിനാൽ പിശാച് നിന്നെ കുടുക്കുവാനായി Devil സാധിക്കും. always catch your word and trap you. പിശാച് എപ്പോഴും നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പിടിച്ചെടുത്തിട്ട് നിന്നെ He is കുടുക്കുവാൻ തുടങ്ങും. looking at you, what you are speaking in your situation. പിശാച് നിന്നെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്, നിന്റെ സാഹചര്യങ്ങൾ നീ എന്താണ് പറയുന്നതെന്ന്. Maybe situation can pressurize you. സാഹചര്യങ്ങൾക്ക് നിന്നെ പ്രഷറൈസ് ചെയ്യാൻ Because of സാധിക്കും. the pressure, automatically we say something. ആ പ്രഷർ മുഖേന നീ എന്തെങ്കിലുമൊക്കെ പറയാനിടയാകും. Don't do that. ഒരിക്കലും അത് Devil ചെയ്യരുത്. is trying to trap you because of your word. പിശാച് നിങ്ങളുടെ വാക്കിനാൽ നിങ്ങളെ കുടുക്കാനായി കാത്തിരിക്കുകയാണ്. Don't allow it to trap by him. അവന്റെ കുടുക്കൽ നിങ്ങൾ വീണു പോകരുത്. Because you are a child of God. കാരണം നിങ്ങൾ ദൈവ പൈതലാണ്. Say to your neighbor, devil is trying to trap you through your word. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാൽ നിങ്ങളുടെ വായിലൂടെ പിശാച് നിങ്ങളെ കുടുക്കുവാനായി കാത്തിരിക്കുകയാണ്. Instead of wrong words, say faithful word and faith word. Word of faith. തെറ്റായ വാക്കുകൾ പറയുന്നതിന് പകരമായി നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞാട്ടെ. According to 2 Corinthians chapter 4 verse 13 says, 2 കൊരിന്ത്യർ 4:13 പറയുന്നു, I believe therefore I spoke. ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. What do you need to speak? എന്താണ് നിങ്ങൾ പറയേണ്ടത്? You have to speak what you believe. നിങ്ങൾ വിശ്വസിക്കുന്ന എന്താണോ അതാണ് നിങ്ങൾ പറയാനിടയാകേണ്ടത്. What do you believe? എന്താണ് നിങ്ങൾ You വിശ്വസിക്കുന്നത്? believe the word. നിങ്ങൾ വചനമാണ് That means വിശ്വസിക്കേണ്ടത്. you have to speak the word of God. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങൾ വചനമാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. When you are facing dreadful situations നിങ്ങൾ വരൾച്ചയുള്ള കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ and also doubtful situations, നിങ്ങൾക്ക് സംശയമുള്ള കാലഘട്ടത്തിൽ കടന്നു you പോകുമ്പോൾ never trap into the wrong word. നിങ്ങൾ തെറ്റായ വാക്കുകൾ നിങ്ങൾ അത് വാക്കുകളിൽ കുടുങ്ങി പോകരുത്. Instead of that, you have to speak faith. അതിനു പകരമായി നിങ്ങൾ വിശ്വാസം സംസാരിക്കാൻ ഇടയാകണം. Word of faith. വിശ്വാസത്തിന്റെ വാക്കുകൾ. You have to speak the word of God. ദൈവത്തിന്റെ വചനം നിങ്ങൾ സംസാരിക്കാൻ ഇടയാകണം. Can you say amen? ആമേൻ. Look at and study the Corinthian church. കൊരിന്ത്യൻ സഭയെക്കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ When Paul writing to the Corinthian Christians, കൊരിന്ത്യൻ ക്രിസ്ത്യാനിന് വേണ്ടി പൗലോസ് എഴുതുന്ന he സമയത്ത് write as a carnal people. അവർ ജാതികളുടെ അടുത്ത് പറയുന്നത് പോലെയാണ് അവൻ സംസാരിക്കാൻ ഇടയായത്. ജഡികരോട് പറയുന്നത് പോലെ carnal people. ജഡികരോട് പറയുന്നത് പോലെ. So it is mostly because of their language. അത് കൂടുതലും അവരുടെ ഭാഷ കാരണമാണ് അവൻ അങ്ങനെ സംസാരിക്കാൻ That ഇടയായത്. means Corinthians, they have walked with the gift, but their language is very low standard. കോരിന്ത്യര് കൃപാവരങ്ങളാൽ നടക്കുവാനിടയെ, പക്ഷെ അവരുടെ വാക്കുകൾ എന്ന് പറയുന്ന ലോ സ്റ്റാൻഡേർഡിൽ പെട്ടതാണ്. That's why it is written 1 Corinthians chapter 3 verse 1. However, brother and sister, I could not talk to you as a spiritual people. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3:1 പറയുന്നത്, എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീയരോട് എന്ന പോലെ അല്ല, ജഡികരോട് എന്ന പോലെ. അടുത്തിരിക്കുന്ന ആള് നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചേ. That means even Paul could not speak spiritual thing to the Corinthian Christians. എന്ന് വെച്ചാൽ പൗലോസിന് കൊരിന്ത്യയിലെ ക്രിസ്ത്യാനികളോട് ആത്മീയമായി സംസാരിക്കാൻ സാധിച്ചില്ല. They are Christians, believers. അവർ ക്രിസ്ത്യാനികളാണ്, വിശ്വാസികളാണ്. They has to listen the spiritual things. അവർക്ക് ആത്മീയമായ കാര്യങ്ങളാണ് അവർ കേൾക്കേണ്ടിയിരുന്നത്. But Paul never speak to them spiritual things. പക്ഷേ ആത്മീയമായ കാര്യങ്ങൾ പൗലോസ് അവരോട് സംസാരിക്കാൻ സാധിച്ചില്ല. Because their language is low than the Christian language. കാരണം ക്രിസ്തീയ ഭാഷയെക്കാട്ടിൽ താഴെയായിരുന്നു അവരുടെ ഭാഷ എന്ന് പറയുന്നത്. Because as the result they live below their calling. അതുകൊണ്ട് അവരുടെ വിളിയുടെ താഴെ അവർക്ക് ജീവിക്കേണ്ട അവസ്ഥ അവർക്ക് വരുവാനിടയായി. If you speak negative words, wrong confessions, നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ പറയുകയും അത് കൺഫസ് ചെയ്യുകയും ചെയ്യുമ്പോൾ you live below your callings. നിങ്ങളുടെ വിളിയുടെ താഴ്ചയിലാണ് നിങ്ങൾ ജീവിക്കുവാൻ ഇടയാകുന്നത്. You have to walk with your calling. Live in your calling. നിങ്ങളെ വിളിയിലാണ് നിങ്ങൾ നടക്കേണ്ടത്, നിങ്ങളുടെ വിളിയിലാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. If you are not aligned your words with the word of God, നിങ്ങൾ ദൈവവചനവുമായി ചേർന്നല്ല സംസാരിക്കുന്നതെങ്കിൽ you will live below than your calling. നിങ്ങളെ ദൈവം വിളിച്ചിട്ടുള്ള വിളിയിൽ നിന്ന് ഒത്തിരി താഴെയാണ് നിങ്ങൾ ആയിരിക്കാൻ ഇടയാകുന്നത്. It's a big thing, painful thing. അതൊരു വേദനയുള്ള കാര്യമാണ്. God called you for a purpose. ദൈവം നിങ്ങളെ ഒരു പദ്ധതിക്കായിട്ടാണ് വിളിച്ചിട്ടുള്ളത്. It's not a normal purpose, a great purpose. ഒരു സാധാരണ പദ്ധതിയല്ല, അതൊരു വലിയ പദ്ധതിയാണ്. See your great purpose and speak
നിങ്ങളെ കുറിച്ചുള്ള പദ്ധതിയെ കണ്ടിട്ട് നിങ്ങൾ അതിനോട് സംസാരിക്കാൻ തുടങ്ങിയാട്ടെ. Align your life with the plan of God and talk. ദൈവത്തിന്റെ പദ്ധതിയുമായി ചേർന്ന് നടന്ന് നിങ്ങളത് ഏറ്റു പറഞ്ഞാട്ടെ. Don't look at your situation and confess. നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി നിങ്ങൾ ഏറ്റു പറയാൻ ഇടയാകരുത്. Don't live below your calling. നിങ്ങളുടെ വിളിയുടെ താഴ്ചയിൽ നിങ്ങൾ ജീവിക്കാൻ ഇടയാകരുത്. If you look at your situation, you will speak confusions. നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ സംസാരിക്കാൻ ഇടയാകും. As a child of God, your communication, your language and your confession must reflect in the revelations or reflections of gospel. നിങ്ങളുടെ വിളി അനുസരിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് ദൈവിക സുവിശേഷത്തിനോട് ബന്ധിക്കപ്പെട്ടായിരിക്കണം. I'll repeat once again. As a child of God, your communication, your language and your confession must reflect the provisions of the gospel. നിങ്ങൾ ദൈവവൈതൽ എന്ന രീതിയിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും നിങ്ങളുടെ പറയുന്ന കാര്യങ്ങളും ദൈവവചനവുമായിട്ട് സുവിശേഷവുമായി ചേർന്നുള്ളതായിരിക്കണം. സുവിശേഷത്തിനകത്ത് പ്രൊവിഷൻസ് ഉണ്ട്. You have to align that provisions and speak. നിങ്ങൾ ആ പ്രൊവിഷനുമായിട്ട് ചേർന്നിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ ഇടയാകേണ്ടത്. Say to your neighbor, you have to speak, you have to confess, you have to communicate from the provisions of gospel. സുവിശേഷം നിങ്ങൾക്ക് തന്ന പ്രൊവിഷനിലൂടെ സാധ്യതകളിൽ നിന്നായിരിക്കണം നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വരേണ്ടത്. Your word must reflect the provisions of gospel. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രൊവിഷനെ പ്രതിബിംബിക്കുന്നതായിരിക്കണം. ഈ ഗോസ്പലിനകത്ത് ദൈവം ധാരാളം നന്മകൾ തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വാക്കുകൾ അത് പ്രതിബിംബിക്കുന്നവരായിരിക്കണം. അത് ഇതും പറയില്ലേ? ഒരു അടിക്കുന്നവരൊക്കെ ഒരു അടി കൊടുത്തിട്ട് പറ, അതും ഇതും പറയില്ലേ? അതും ഇതും പറയരുത്. അയ്യടാ, ഒരു അടി കൊടുക്കാനുള്ള ചാൻസ് കളഞ്ഞല്ലോ നിങ്ങള്. Say to your neighbor, your words must reflect the provisions of gospel. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കണം. എന്താണ്? നിങ്ങളുടെ പ്രൊവിഷനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ വാക്കുകൾ. You are a child of God. നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണ്. You have to align with the gospel. നിങ്ങൾ സുവിശേഷമായിട്ട് ചേർന്ന് നടക്കേണ്ടവരാണ്. Align with the gospel truth, not the world. നിങ്ങൾ ദൈവിക സത്യവുമായി ചേർന്ന് നടക്കേണ്ടതാണ്, ലോക സത്യങ്ങളുമായിട്ടല്ല. സുവിശേഷം നിങ്ങൾക്ക് തന്ന യാഥാർത്ഥ്യങ്ങളുമായി നിങ്ങൾ ചേർന്ന് നടക്കണം, ലോകവുമായിട്ടല്ല നിങ്ങൾ ചേർന്ന് നടക്കേണ്ടത്. സുവിശേഷം പറഞ്ഞ യാഥാർത്ഥ്യം എന്താണോ അതുമായി ഞാൻ ചേർന്ന് നടക്കണം. സുവിശേഷം എന്ന് പറയുന്നത് എനിക്ക് കൊണ്ടുവന്ന നല്ല വാക്കുകളാണ്. അതുമായി ഞാൻ ചേർന്ന് നടക്കുമ്പോൾ എൻ്റെ ചിന്തകൾ അതുമായി ചേർന്നിട്ടായിരിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആ ദൈവജനത്തിൻ്റെ ചിന്തകളിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചാട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദറെ, ഈ മോളുടെ പേര് മെറിൻ ജോർജ് എന്നാണ്. കഴിഞ്ഞ ഡെലിവറൻസ് ക്യാമ്പിനെ ഇവർ സംബന്ധിച്ചിരുന്നു. അപ്പോൾ കർത്താവ് തങ്ങളുടെ കുടുംബത്തിൽ ചെയ്ത വലിയൊരു അത്ഭുതത്തെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പപ്പയ്ക്ക് കഴിഞ്ഞ ഡെലിവറൻസ് ക്യാമ്പിൽ പങ്കെടുത്തിരുന്നപ്പോൾ ബ്രദർ ദൂതു പറഞ്ഞു, നിങ്ങളുടെ ലിവറിനൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. ലിവറിൻ്റെ ഫങ്ഷൻ ശരിയല്ല എന്ന് പറഞ്ഞു. ഓൾറെഡി ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ തുടർന്ന് ബ്രദർ പ്രാർത്ഥിച്ചു. നിൻ്റെ പപ്പയുടെ ലിവറിൻ്റെ ഫങ്ഷനിൽ കുറച്ച് ഫാറ്റ് ഉണ്ട്. അത് കുറച്ച് നല്ല ചന്തമല്ല. അതുകൊണ്ടാണ് ഡൈജഷൻ എന്ന് ഞാൻ ചോദിച്ചത്. എന്നോടൊന്ന് പ്രാർത്ഥിച്ചേക്കട്ടെ. ഫാദർ, ലിവർ ഫങ്ഷൻ അങ്ങ് നോർമലാകട്ടെ. അങ്ങയുടെ അത്ഭുത കരം തൊട്ടാട്ടെ. അപ്പം സൂപ്പർ നാച്ചുറലായി തൊട്ടാട്ടെ. അപ്പം തുടർന്ന് ഇവർ പോയി സ്കാൻ ചെയ്തു. ഇപ്പോൾ ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത് ഫാറ്റി ലിവർ പൂർണ്ണമായും മാറിപ്പോയി, ഇനി മെഡിസിൻ ഒന്നും വേണ്ട എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഒരു നല്ല കൈയടി കൊടുത്ത കർത്താവിന്. പപ്പയുടെ ഫാറ്റി ലിവർ നോർമലായി. വണ്ടർഫുൾ. വർഷങ്ങളായി രണ്ട് ചെവിയിലും കേൾവി കുറവുണ്ടായിരുന്ന സ്ഥാനത്ത് കർത്താവ് തിരികെ നൽകിയ അത്ഭുത സാക്ഷി. രണ്ട് ചെവിക്കും കേൾവി കുറവായിരുന്നു. ഓക്കെ. ഈ ആന്റിയുടെ പേര് സരോജു എന്നാണ്. ഭീമാപള്ളി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ആന്റിക്ക് വർഷങ്ങളായി രണ്ട് ചെവിയിൽ കേൾവി കുറവുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വലതുവശത്തുള്ള ചെവിയിൽ ഒട്ടും കേൾവി ശക്തി ഇല്ലായിരുന്നു. അടുത്തു നിന്ന് ആരെങ്കിലും സംസാരിച്ചാൽ പോലും കേൾക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചു, പലവിധ ടെസ്റ്റ് നടത്തി. അപ്പോൾ രണ്ട് ചെവിയിൽ ഹിയറിംഗ് മെഷീൻ വെക്കണമെന്ന് പറഞ്ഞു. അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ആന്റി അത് വച്ചില്ല.
വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഇത് ഇങ്ങനെ ആയപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. ഹിയറിംഗ് മെഷീൻ വെക്കാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച മുമ്പേ ചർച്ചിൽ വന്നു. ആന്റി അന്ന് ഡോക്ടറിനെ കാണിച്ച റിസൾട്ടുമായിട്ടാണ് ചർച്ചിൽ വന്നത്. അന്ന് ബ്രദർ കോമൺ ആയിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ഡെലിവറൻസ് ക്യാമ്പിനാണോ ഇവിടെ വെച്ചാണോ? ഇവിടെ വെച്ച്. ഓക്കെ. ഒരു ദൂത് പറഞ്ഞു. ഒരു വീഴ്ചയെ തുടർന്ന് ഒരു സിസ്റ്ററിന്റെ ചെവിയിലെ നരമ്പിന് കേടുപാട് പറ്റി. അത് കർത്താവ് പൂർണ്ണസ്ഥിതിയിലാക്കുകയാണ്, കേൾവിശക്തിയും തിരിച്ചു ലഭിക്കുകയാണെന്ന് പറഞ്ഞു. ആന്റി അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർമാർക്ക് പോലും അതിശയമായിരുന്നു. തൊട്ടടുത്ത് നിന്ന് സംസാരിച്ചാൽ ആന്റിക്ക് കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ അവർ മാറി 2 സൈഡിൽ നിന്ന് മാറി സംസാരിച്ചു. ഇപ്പോൾ ആന്റിക്ക് നന്നായിട്ട് കേൾക്കാന്നാണ്. ഒന്ന് എഴുന്നേറ്റ് ഒരു നല്ല കൈയടി കൊടുക്കാൻ കരുതാ. സിസ്റ്റർ ഒന്ന് പറഞ്ഞ്, എത്ര വർഷമായിട്ട് ചെവി കേൾക്കത്തില്ലായിരുന്നു? 10-15 വർഷത്തിന് മുമ്പ് ബ്രദർ ചെവി കേട്ടുകൂടായിരുന്നു. ഓക്കെ. അന്ന് ഡോക്ടർമാർ പറഞ്ഞതാണ് ഇയർ എയ്ഡ് വെക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞ് അപ്പോഴും ഞാനും മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും ചേച്ചി ആ പരിശോധിച്ചതിന്റെ റിസൾട്ട് ഒക്കെ കയ്യിലുണ്ടോ? റിസൾട്ട് ഇവിടെ കൊണ്ടുവന്നായിരുന്നു. ഞാൻ ബ്രദറിന്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ബ്രദർ സന്ദേശം ഇങ്ങോട്ട് പറഞ്ഞതാണ്, ദൂത് കർത്താവ് ഇതുപോലെ ഒരു ആൾക്കൂടെ ചെവിയിൽ കേൾവി നഷ്ടപ്പെട്ടവർക്ക് വിടുതൽ കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് കഴിഞ്ഞ ആഴ്ച, അതിൻ്റെ അങ്ങേ ആഴ്ച വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എല്ലാവരും വരണോണ്ട് ഞാൻ അങ്ങനെ ഇരുന്ന് അവിടെ വരാതെ. അപ്പം ബ്രദർ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കുമല്ല, ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, റിസൾട്ടുമായിട്ട് വന്നിരിക്കുകയാണ്, ആ വ്യക്തിയാണ് കൈ അടിച്ചു പറഞ്ഞ്. അപ്പോഴും പിന്നെ ഞാൻ വിചാരിച്ചു എന്നെ ആയിരിക്കും തന്നെ. ഞാൻ റിസൾട്ടുമായിട്ട് ഇവിടെ വന്നപ്പോൾ ബ്രദർ പറഞ്ഞ് എൻ്റെ ചെവിയുടെ കേൾവിയാണ് കർത്താവ് തന്നിരിക്കുന്നത്, അത് പരിശോധിച്ചിട്ട് ഇയർഫോൺ വെക്കുക വേണ്ട, പോയി പരിശോധിച്ചിട്ട് സാക്ഷ്യം പറയണമെന്ന് ബ്രദർ മുന്നോട്ട് എന്നെ സന്തോഷമുള്ള കാര്യമല്ലേ? ചെവിയൊക്കെ കേൾവി തിരിച്ച് ഇയർഫോൺ വെക്കാതെ തിരിച്ചു കിട്ടുക എന്നൊക്കെ പറയണത് ഭയങ്കര കാര്യമോ? യേശു ചെയ്ത നന്മയ്ക്ക് നന്ദി പറഞ്ഞ്. ബ്രദറെ, ഈ സിസ്റ്ററിന്റെ പേര് സുചരിത എന്നാണ്. കവടിയാർ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. തുടർച്ചയായി ചർച്ചിൽ വന്ന് നിരന്തരമായി വചനം കേട്ടത് മൂലം തൻ്റെ ജീവിതത്തിലും ആത്മീയ അനുഭവത്തിലും വീട്ടിലെ പലർക്കും ഉണ്ടായിരുന്ന രോഗങ്ങളിൽ നിന്നും ലഭിച്ച വിടുതലും തൻ്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചകളുമാണ് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. തൻ്റെ അമ്മയ്ക്ക് 2 വർഷമായി ഇടയ്ക്കിടെ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുമായിരുന്നു. പലപ്പോഴും ഹോസ്പിറ്റലിലാവുകയും ICUലാവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ബ്രദറിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു, യേശു തൊട്ടു. ഇപ്പോൾ ആ പ്രയാസങ്ങളെല്ലാം പൂർണ്ണമായി മാറിപ്പോയി. അതുപോലെ തന്നെ സിസ്റ്റർ ഈ ചർച്ചിൽ കടന്നു വരുമ്പോൾ ധാരാളം നിരാശകളുണ്ടായിരുന്നു. എന്നാൽ സിസ്റ്റർ പറയുന്നത് നിരന്തരം വചനം കേട്ടത് മൂലം വചനം പഠിക്കുന്നതിലൊരു ഉത്സാഹമുണ്ടായി. തന്മൂലം തൻ്റെ ജീവിതത്തിലെ നിരാശകളെല്ലാം മാറിപ്പോയി, ആത്മീയമായി വളരെ ഉയർച്ച ഉണ്ടായി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അമ്മയ്ക്ക് സൗഖ്യമുണ്ട്, നിരാശയൊക്കെ പോയി ശരിക്കും. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. കർത്താവിനെ നമുക്ക് കൊടുത്ത അനുഗ്രഹത്തിനായി നന്ദി. സിസ്റ്റർ, ഈ മോൻ്റെ സാക്ഷിയാണ് പറയാൻ വന്നത്. അമ്മയുടെ പേര് ലിജി എന്നാണ്, മോൻ്റെ പേര് അഖിലേഷ് എന്നാണ്. അഖിലേഷ് എന്നാണ്. മണ്ണാർക്കാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ മോന് 4 വയസ്സായി. 4 വയസ്സ് വരെയും അമ്മാന്ന് മാത്രമേ മോൻ പറയാറുള്ളൂ, അല്ലാതെ ഒരു വാക്ക് പോലും പറയാറില്ല. ശരിയാണോ സിസ്റ്റർ? ഒന്നും പറയത്തില്ലായിരുന്നു? ഇല്ല, പറയാറില്ല, സംസാരിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ പാലക്കാട് ചർച്ചിൽ ഇതുപോലെ സെൽ മീറ്റിംഗ് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം, ആഴ്ചയിൽ സെൽ മീറ്റിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ സെൽ മീറ്റിംഗ് ആ സെൽ മീറ്റിങ്ങിൽ അമ്മ പറഞ്ഞു, അച്ചമ്മയാണ്, മോൻ്റെ അച്ചമ്മയാണ്. അച്ചമ്മ പറഞ്ഞു, ഇതുപോലെ ലീഡേഴ്സിനെ പ്രാർത്ഥിക്കാൻ വന്നവരോട് പറഞ്ഞു, മോൻ ഇതുവരെ അമ്മ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മോൻ സംസാരിച്ചിട്ടേ ഇല്ല ഇതുവരെയെന്ന്. അപ്പോൾ സെൽ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി. 2 ദിവസം കഴിഞ്ഞ് രാവിലെ എണീറ്റ് വന്നപ്പോൾ മോൻ സാധാരണ ഒരു കൊച്ചുങ്ങൾ സംസാരിക്കുന്നത് പോലെ ചറപറ എന്നാണ് സംസാരിക്കുന്നത്. അമ്മയെന്ന് പറയാവോ? അതുവരെ അമ്മ എന്ന് മാത്രമേ സംസാരിക്കത്തുള്ളായിരുന്നു. മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. പിന്നീട് സംസാരിക്കാൻ തുടങ്ങിയപ്പം എല്ലാ വാക്കും സംസാരിക്കും. എല്ലാം സംസാരിക്കും. ഇത് എത്ര നാളായി ഇങ്ങനെ സംഭവിച്ചിട്ട്? 4 വയസ്സായി. സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര? 2 മാസമായി. ഈ 2 മാസം കൊണ്ട് സാധാരണ കുഞ്ഞുങ്ങൾ പറയുന്ന പോലെ എല്ലാ വാക്കുകളും പറയും. കർത്താവ് ചെയ്തതിനെ എന്ന് കരങ്ങളെ അടിച്ച് സ്തുതിച്ചാട്ടെ. 4 വയസ്സ് വരെ അമ്മ എന്ന് മാത്രമേ സംസാരിക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ ഈ കുഞ്ഞ് എല്ലാ വാക്കുകളും സംസാരിക്കുമെന്ന് പറയുന്നത്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. ഓരോരുത്തരും സാക്ഷ്യം പറയുമ്പോൾ അവരുടെ ലൈഫിൽ ദൈവം വിതച്ച
ആ നന്മയുടെ അനുഭവങ്ങളെയാണ് അവർ പങ്കുവെക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും വെളിച്ചം പകർന്ന ആ സ്വർഗീയ പിതാവിന് നന്ദി പറയാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന കുടുംബങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് നിറച്ച ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്കായി നന്ദി പറയുന്നപ്പാ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ, അവിടുത്തെ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്ന കർത്താവേ, ഈ കുടുംബങ്ങളിൽ അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയും ഒക്കെ ഉണ്ടാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, സൗഖ്യത്തിൻ്റെ അനുഭവങ്ങൾ ഓരോ വ്യക്തികളും അനുഭവിക്കട്ടെ. ഈ സമയം എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ഡിസ്ക് തെന്നിയിട്ട് പ്രയാസവുമായിരിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. അവിടോട്ട് കൈവച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, അവിടുത്തെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. ഒരു മജന്ത കളറ് ഡ്രസ്സിട്ടിട്ട് ആയിരിക്കുന്ന നല്ല തടിയുള്ളൊരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. യേശുവിൻ്റെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവേ, നടുവിലായിരിക്കുന്ന വേദന മാറട്ടെ അപ്പാ. ഡിസ്ക് തെന്നിയിരിക്കുന്നത് മാറട്ടെ അപ്പാ. ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവ്. നന്ദി യേശുവേ. അതേപോലെ എനിക്ക് ചില വ്യക്തികളെ കാണാം, നീര് വരുന്ന പ്രയാസമുള്ള, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖം നീര് വെച്ചിരിക്കുന്നു. ശരീരത്തിൽ പല ഭാഗത്തും നീര് വെച്ചതുപോലെ തോന്നുന്നു. ചില വ്യക്തികളെ കർത്താവ് തൊടുന്നത് കാണാം. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. അങ്ങനെ പ്രയാസമുള്ളവ നെഞ്ചിലോട്ട് കൈവച്ചാട്ടെ. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. കർത്താവേ, കുടുംബങ്ങളിൽ നിൻ്റെ കൃപ ചലിച്ചിരിക്കാൻ നന്ദി പറയുന്നു. നന്ദി പറയുന്നപ്പാ. എന്നോടൊപ്പം ആയിരിക്കുന്ന കുടുംബങ്ങളെ കർത്താവേ അവിടുന്ന് സന്ദർശിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു. അപ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അത്ഭുതങ്ങളുണ്ടാകട്ടെ അപ്പാ. കർത്താവേ, ഇവർ ആഗ്രഹിക്കുന്ന കാര്യത്തിന്മേൽ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ അപ്പാ. സ്വർഗമേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ വലിയ സന്തോഷത്തിൽ നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.